ദിവസം ബോർഡ് ബിഗ്ഗസ്റ്റ് നമ്പർ ഈ തന്നിരിക്കുന്നതിൽ ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ്? ക്യൂബ് റൂട്ട് ഓഫ് 4, ഫോർത്ത് റൂട്ട് ഓഫ് 3, സിക്സ് റൂട്ട് ഓഫ് 2 ആൻഡ് റൂട്ട് 2. ഇതിൽ വലുത് ഏതാണ്? സാധാരണ രണ്ട് ഫ്രാക്ഷൻ തന്നിട്ട് 7/6, 4/5/3 ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻ തന്നിട്ട് ഇതിൽ വലുത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും. 3/21, 6/5, 30 ഇതായിരിക്കും വലുത്. നമ്മൾ ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കും അല്ലേ? രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ട് അതിലേത് വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഏത് ഭാഗത്താണോ വലിയ ഡിജിറ്റ് വരുന്നത് അതായിരിക്കും വലുത് നമുക്ക് അറിയാം. ഇതേപോലെ എക്സ്പാൻസ് തന്നിട്ട് അതിൽ വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 4⁻1/3, 3⁻1/4, 2⁻1/6, റൂട്ട് 2 എന്ന് പറയുമ്പോൾ 2⁻1/2. ഇതാണല്ലോ ഈ എക്സ്പോണൻസിന്റെ ഡിനോമിനേറ്റർ ഒക്കെ അതിന്റെ LCM എടുക്കുക. 3-ന്റെയും 4-ന്റെയും 6-ന്റെയും 2-ന്റെയും LCM എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കൊണ്ടും 4 കൊണ്ടും 6 കൊണ്ടും 2 കൊണ്ടും നിശേഷം വരയ്ക്കാൻ പറ്റുന്ന പൊതുവായിട്ടുള്ള ഏറ്റവും ചെറിയ സംഖ്യയല്ലേ LCM? 12 അല്ലേ? LCM 12 ആയ ഡിനോമിനേറ്റർ എന്തിനാണ് LCM കണ്ടുപിടിക്കുന്നത്? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയല്ലേ LCM കണ്ടുപിടിക്കുന്നത്. LCM കണ്ടുപിടിച്ച് ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇവിടെ 12 ആവണമെങ്കിൽ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. മേലും താഴെ 4 കൊണ്ട് ഗുണിക്കണം. 4⁴/12. 3 ഇവിടെ 12 3 കൊണ്ട് ഗുണിക്കണം അല്ലേ? 3/12. 2 ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 2/12. ആൻഡ് 2 ഇവിടെ എന്താണ്? 6 കൊണ്ട് ഗുണിക്കണം അല്ലേ? 6/12. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ നമുക്ക് കളയാം. ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയി നമുക്ക് കളയാം. 4⁴, 3⁵, 2⁵, 2⁵. മേലെ സംഖ്യയും അതിന്റെ ന്യൂമറേറ്ററും എഴുതി വെക്കുക. 4⁴, 4² എന്ന് പറയുമ്പോൾ 16 ആണ്. 4⁵ എന്ന് 4³ എന്ന് പറയുമ്പോൾ 64 ആണ്. 4⁴ പറയുമ്പോൾ ഒരു 4 കൊണ്ട് വിളിക്കുക. 64 × 4 256. 3³ നമുക്കറിയാം 27 ആണ്. 2⁻2 എന്ന് പറയാൻ 4 ആണ്. 2⁻6 എന്ന് പറയുമ്പോൾ 2⁻4 ആണ്. ക്യൂബ് 8 ആണ്. 4 16 ആണ്. 5 32 ആണ്. 6 64 ആണ്. ഇതിലിപ്പോൾ ഏതാ വലിയ സംഖ്യ? ഇതല്ലേ ബിഗ്ഗസ്റ്റ് നമ്പർ. ഈ ഒരു കൂട്ടത്തിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 4 ആണ്. 256. വലിയ വാല്യൂ വന്നത് വലിയ സംഖ്യ ആയിരിക്കും. ഓക്കെ ആണല്ലോ.